പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടികൾക്ക് ഒരുങ്ങുകയാണ് ഇന്ത്യ. കപ്പൽ മാർഗമുള്ള ചരക്ക് നീക്കം നിർത്താൻ ആലോചന. പാകിസ്ഥാനിലേക്കുള്ള പോസ്റ്റൽ സർവീസുകളും നിർത്തിവെച്ചേക്കും. അർജുൻ ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അർജുൻ, പുതുതായി വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ നയതന്ത്ര തലത്തിലുള്ള എല്ലാ നീക്കങ്ങളും ഏതൊക്കെ രീതിയിലാണോ മരവിപ്പിക്കാവുന്ന സാധ്യതകൾ അതെല്ലാം തേടുന്നു ഇന്ത്യ. അപ്പോൾ പുതുതായി വരുന്ന മറ്റ് മാർഗങ്ങൾ അത് ഏതൊക്കെ നിലയിലാണ് പാകിസ്ഥാനിന് എതിരാവുക? എന്തൊക്കെയാണ് ഇപ്പോൾ ആലോചനകൾ വരുന്നത് അർജുൻ? പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇന്ത്യ ആലോചിക്കുന്നു. അതിലൊന്ന് പോസ്റ്റൽ സർവീസ് പൂർണ്ണമായിട്ടും പാകിസ്ഥാനിലേക്കുള്ള പോസ്റ്റൽ സർവീസ് പൂർണ്ണമായിട്ടും നിർത്തലാക്കുക എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ വാഗ അട്ടാരി അതിർത്തിയും അതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ അന്താരാഷ്ട്ര ബോർഡർ അടക്കം അടച്ചൊരു സാഹചര്യത്തിൽ ഈ കത്ത് നീക്കം അത് ഏകദേശം നിലച്ച മട്ടാണ്. അത് കുറച്ചുകൂടി കടുപ്പിച്ച് ഒരു ഔദ്യോഗികമായി തന്നെ അതിലൊരു പ്രഖ്യാപനം നടത്തുക, പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ പോസ്റ്റൽ സർവീസുകൾ പാകിസ്ഥാനിലേക്കുള്ളത് നിർത്തലാക്കുക എന്നുള്ള ആലോചനയ്ക്ക് ഒരു തീരുമാനത്തിലേക്കും ഒരു പക്ഷേ ഇന്ത്യ കടന്നേക്കും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. രണ്ടാമത്തേത് കപ്പൽ മാർഗമുള്ള ചരക്ക് നീക്കം അതും നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് രണ്ട് തരത്തിലെ ആലോചനയുണ്ട്. ഒന്ന്, ഇന്ത്യയിലും പാകിസ്ഥാനിലും ഫ്ലാഗ് ചെയ്തിട്ടുള്ള ഷിപ്പ് അല്ലെങ്കിൽ കപ്പലുകൾ അവ മാർഗമുള്ള ആ ചരക്ക് നീക്കം നിർത്തുക എന്നുള്ളതാണോ, അതല്ല പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ സമുദ്രാതിർത്തി വഴിയുള്ള ചരക്ക് നീക്കം പാകിസ്ഥാനിലേക്ക് അത് അടയ്ക്കുക, നിർത്തലാക്കുക എന്നുള്ള തരത്തിൽ നടപടി വേണമോ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും നയതന്ത്ര തലത്തിൽ രൂക്ഷമായിട്ടുള്ള നടപടികൾക്ക് ശേഷം കൂടുതൽ കടുത്ത നീക്കങ്ങളിലേക്ക് ഇന്ത്യ പോകുന്നു എന്നുള്ള കാര്യമാണ്